ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഏവർക്കും സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. മതാധ്യാപക പരീക്ഷയുടെ പാഠഭാഗങ്ങളുടെ അവസാന ഭാഗത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഇതിൽ തിരുസഭയിൽ സ്ഥാപിതമായിട്ടുള്ള കൂദാശ കൽപ്പങ്ങളെക്കുറിച്ച് നമുക്ക് അല്പം ഗ്രഹിക്കാം. കൂദാശ കൽപ്പങ്ങൾ കൂദാശകളുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. കൂദാശകളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നൽകപ്പെടുന്നുണ്ട്. എന്നാൽ കൂദാശ കൽപ്പങ്ങളിൽ ഈ കൃപാവരം നൽകപ്പെടുന്നില്ല. എന്നാൽ ഈ കൃപാവരങ്ങളെ സ്വീകരിക്കാനും അവയെ വളർത്താനും നമ്മെ ഒരുക്കുന്നതാണ് കൂദാശ കൽപ്പങ്ങൾ. ഇവ കൃപാവരങ്ങളുമായി സഹകരിക്കുവാൻ നമ്മെ സന്നദ്ധരാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ കൂദാശകളെ അനുകരിച്ചുള്ള വിശുദ്ധ അടയാളങ്ങളാണ് കൂദാശ കൽപ്പങ്ങൾ. മാമോദീസ പൗരോഹിത്യത്തിൽ നിന്നാണ് കൂദാശ കൽപ്പങ്ങൾ ഉത്ഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് കൂദാശ കൽപ്പങ്ങൾ മാമോദീസ പൗരോഹിത്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നത്? ഒരു ആശീർവാദമാകാനും ആശീർവദിക്കാനുമാണ് മാമോദിസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില ആശീർവാദ പ്രാർത്ഥനകളിൽ അൽമായർക്കും നേതൃത്വം വഹിക്കാൻ കഴിയും. ആശീർവാദം സഭാപരവും കൗദാശികവുമായ ജീവിതവുമായി എത്ര കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് അത് പട്ടം കിട്ടിയ ശുശ്രൂഷകൾക്ക് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. നാം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കൂദാശകളെ അനുകരിച്ചുള്ള വിശുദ്ധ അടയാളങ്ങളെയാണ് കൂദാശ കൽപ്പങ്ങൾ എന്ന് വിളിക്കുന്നത്. സഭയിലെ ചില ശുശ്രൂഷകളെയും ചില ജീവിതാവസ്ഥകളെയും ക്രൈസ്തവ ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളെയും മനുഷ്യ സഹായകമായ പല വസ്തുക്കളുടെയും ഉപയോഗത്തെയും വിശുദ്ധീകരിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് കൂദാശ കൽപ്പങ്ങൾ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൈവെപ്പ് ശുശ്രൂഷ, കുരിശടയാളം വരയ്ക്കൽ, വിശുദ്ധ ജലം തെളിക്കൽ എന്നിവയെല്ലാം തന്നെ കൂദാശ കൽപ്പങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കൂദാശ കൽപ്പങ്ങൾ നമ്മെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൂദാശകൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം പകർന്നു തരുന്നത് പോലെ കൂദാശ കൽപ്പങ്ങൾ തരുന്നില്ല. മറിച്ച് സഭയുടെ പ്രാർത്ഥനയാൽ അവ കൃപാവരം സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കുകയും അതുമായി സഹകരിക്കുവാൻ നമ്മെ സന്നദ്ധരാക്കുകയും ചെയ്യുന്നുണ്ട്. നന്നായി ഒരുങ്ങിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവുമായ പെസഹ രഹസ്യത്തിൽ നിന്ന് നിർഗളിക്കുന്ന കൃപാവരം കൊണ്ട് അവരുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ അവസരങ്ങളെയും പവിത്രീകരിക്കുന്നു. കൂദാശ കൽപ്പങ്ങൾ വിവിധ രൂപങ്ങളിലായി നിലനിൽക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. കൂദാശ കൽപ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആശീർവാദങ്ങൾ. ആശീർവാദങ്ങൾ വ്യക്തികൾ, ഭക്ഷണമേശ, സാധനങ്ങൾ, സ്ഥലങ്ങൾ എന്നിവയ്ക്ക് നൽകപ്പെടാറുണ്ട്. ആശീർവാദങ്ങളും ദൈവത്തിനുള്ള സ്തുതിയും അവിടുത്തെ ദാനങ്ങൾക്കുള്ള പ്രാർത്ഥനയുമാണ്. മിക്കപ്പോഴും ആശീർവാദങ്ങളിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ വിശുദ്ധ അടയാളം വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ചില ആശീർവാദങ്ങൾക്ക് സ്ഥായിയായ പ്രാധാന്യമുണ്ട്. വ്യക്തികൾക്ക് നൽകുന്ന ആശീർവാദങ്ങളിൽ ചില ഉദാഹരണങ്ങളായി പറയാവുന്നത് കന്യകമാരുടെ സമർപ്പണം, സന്യാസ വ്രത വാഗ്ദാനങ്ങളിലെ ആശീർവാദങ്ങൾ, ആശ്രമങ്ങളുടെ അധിപന്മാർ, അധിപമാർ എന്നിവർക്ക് നൽകുന്ന ആശീർവാദങ്ങൾ എന്നിവയെല്ലാം ഈ ഗണത്തിൽ പെടുന്നവയാണ്. എന്നാൽ തിരുപ്പട്ട സമയത്ത് നൽകുന്ന ആശീർവാദങ്ങൾ ഇതുമായി പരിഗണിക്കപ്പെടേണ്ടതല്ല എന്നുകൂടി പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന തൈലങ്ങൾ, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, മണികൾ എന്നിവയെല്ലാം തന്നെ ഇത്തരത്തിൽ വസ്തുക്കൾക്ക് നൽകുന്ന ആശീർവാദങ്ങളിൽ പെടുന്നവയാണ്. രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നവയാണ് പിശാചുക്കളുടെ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ.
യേശു പിശാചുക്കളെ ബഹിഷ്കരിച്ചിരുന്നു. അതിൽ നിന്നാണ് സഭയിൽ പിശാച് ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ സ്വീകരിച്ചിരിക്കുന്നത്. പിശാച് ബഹിഷ്കരണം ലഘുരൂപത്തിൽ മാമോദീസ വേളയിൽ നടത്തുന്നുണ്ട്. എന്നാൽ വലിയ പിശാച് ബഹിഷ്കരണം എന്ന് വിളിക്കുന്ന ആഘോഷപൂർവകമായ പിശാച് ബഹിഷ്കരണം മെത്രാന്റെ അനുവാദത്തോടുകൂടി മാത്രമേ ഒരു പുരോഹിതന് നടത്താൻ പാടുകയുള്ളൂ. ഇത് സങ്കീർണമായ ഒരു പ്രക്രിയ ആവുന്നത് പിശാച് ബഹിഷ്കരണം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തി മാനസിക രോഗത്തിന് ചികിത്സ നേടേണ്ട വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു വൈദ്യന്റെ സഹായം ആവശ്യമുള്ള വ്യക്തിയാണോ എന്ന് കൃത്യമായി തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ പിശാച് ബഹിഷ്കരണം സാധ്യമാവുകയുള്ളൂ. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടും കാര്യക്ഷമതയോടും കൂടി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് പിശാച് ബഹിഷ്കരണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി പൊതുജന ഭക്തിയുമായി ബന്ധപ്പെട്ട് സഭയുടെ കാഴ്ചപ്പാടുകളും ശുശ്രൂഷകളും എന്താണെന്ന് ശ്രദ്ധിക്കാം. കൗദാശികമായ ആരാധനയ്ക്കും കൂദാശ കൽപ്പങ്ങൾക്കും പുറമെ വിശ്വാസികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഭക്തകൃത്യങ്ങളെയും പൊതുജന ഭക്തിയുടെ രൂപങ്ങളെയും മതബോധനം പരിഗണിക്കേണ്ടതുണ്ട്. ക്രൈസ്തവരുടെ മതാത്മകത സഭയുടെ കൗദാശിക ജീവിതത്തോടനുബന്ധിച്ചുള്ള വിവിധ ഭക്ത്യാഭ്യാസങ്ങളുടെ എപ്പോഴും പ്രകാശിതമായിട്ടുണ്ട്. ഉദാഹരണത്തിന് തിരുശേഷിപ്പ് വന്ദനം, വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കൽ, തീർത്ഥാടനങ്ങൾ, പ്രദക്ഷിണങ്ങൾ, കുരിശിന്റെ വഴി, മതപരമായ നൃത്തങ്ങൾ, ജപമാല, മെഡലുകൾ എന്നിവയെല്ലാം തന്നെ ഈ പൊതുജന ഭക്തിയുടെ പവിത്രതയെ സ്ഥിരീകരിക്കുന്ന ഒന്നാണ്. പൊതുജന ഭക്തിയുടെ അകക്കാമ്പിൽ ജീവിതത്തിന്റെ ഗൗരവമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ക്രൈസ്തവ വിജ്ഞാനത്തിന്റെ മൂല്യശേഖരമാണ് ഉള്ളത്. കത്തോലിക്ക പൊതുജ്ഞാനം സജീവമായ സമന്വയം ഉണ്ടാക്കാൻ കഴിവുറ്റതാണ്. അങ്ങനെ ദൈവികതയും മാനുഷികതയും ക്രിസ്തുവിനെയും മറിയത്തെയും ആത്മാവിനെയും ശരീരത്തെയും കൂട്ടായ്മയെയും സ്ഥാപനത്തെയും വ്യക്തിയെയും സമൂഹത്തെയും വിശ്വാസത്തെയും മാതൃരാജ്യത്തെയും ബുദ്ധിയെയും വികാരത്തെയും തമ്മിൽ സൃഷ്ടിപരമായി സമന്വയിപ്പിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും നാം ഈ പൊതുജന ഭക്തിയുമായി ബന്ധപ്പെട്ട് വിധേയമായി ജീവിക്കുന്നവരാണ്. നാം ഇതുപോലെ തിരുശേഷിപ്പ് വന്ദനങ്ങളിലും വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലും തീർത്ഥാടനങ്ങളിലും പ്രദക്ഷിണങ്ങളിലും എല്ലാം ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നവരാണ്. നോമ്പുകാലത്ത് കുരിശിന്റെ വഴി, ഇടവക ദിനം തുടങ്ങിയ പരിപാടികളിലെല്ലാം മതപരമായ നൃത്തങ്ങൾ, അതുപോലെ ഏറ്റവും ഭക്തിപൂർവ്വം ജപമാലയിൽ പങ്കെടുക്കുന്നവരാണ്, മെഡലുകൾ അണിയുന്നവരാണ്. ഇവയെല്ലാം തന്നെ പൊതുജന ഭക്തിയുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ രൂപത്തിലുള്ള ചടങ്ങുകളായി നാം ജീവിതത്തിൽ അനുവർത്തിക്കുന്നവയാണ്. അവസാനമായി ക്രൈസ്തവ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കട്ടെ. ക്രൈസ്തവന്റെ അന്തിമ കടന്നുപോകൽ. യേശുക്രിസ്തുവിൽ മരിക്കുന്ന ക്രിസ്ത്യാനി ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലാകുന്നു. ക്രൈസ്തവനെ സംബന്ധിച്ച് കൗദാശിക ജീവിതത്തിന്റെ അന്ത്യത്തിലെ മരണദിനം മാമോദീസയിൽ ആരംഭിച്ച പുതിയ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി നൽകപ്പെട്ട പുത്രന്റെ ഛായയുള്ള ആത്യന്തിക അനുരൂപ്യത്തിനും വിശുദ്ധ കുർബാനയിൽ മുൻകൂട്ടി അനുഭവിച്ച രാജ്യത്തിന്റെ വിരുന്നിലുള്ള പങ്കാളിത്തത്തിനും തുടക്കം കുറിക്കുന്നു. എങ്കിലും വിവാഹവസ്ത്രം അണിയുന്നതിന് അന്തിമമായ ശുദ്ധീകരണം ഇനിയും ആവശ്യമാണ്. ഭൂമിയിലെ തീർത്ഥാടന കാലത്ത് ക്രൈസ്തവനെ കൗദാശികമായി അമ്മയെപ്പോലെ തന്റെ മടിയിൽ സംവഹിച്ച സഭ അവന്റെ യാത്രയുടെ അവസാനത്തിൽ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കേണ്ടതിന് അവനെ പിന്തുടരുന്നു. അവൾ ക്രിസ്തുവിൽ അവിടുത്തെ കൃപാവരത്തിന്റെ ശിശുവിനെ പിതാവിന് സമർപ്പിക്കുന്നു. മഹത്വത്തിൽ ഉയർക്കേണ്ട ശരീരമാകുന്ന വിത്ത് പ്രതീക്ഷയോടെ അവൾ ഭൂമിയിൽ നിക്ഷേപിക്കുന്നു. ഈ സമർപ്പണം
വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി ആഘോഷിക്കപ്പെടുന്നു. അതിനു മുൻപും പിൻപുമുള്ള ആശീർവാദങ്ങൾ കൂദാശ കൽപ്പങ്ങളാണ്. ക്രൈസ്തവ മൃതസംസ്കാരം സഭയുടെ ഒരു ആരാധന ആഘോഷമാണ്. റോമൻ റീത്തിലെ മൃത സംസ്കാര കർമ്മങ്ങളിൽ 3 ഘട്ടങ്ങൾ ഉണ്ട്. അത് നടത്തുന്ന സ്ഥലത്തോട് ഭവനം, പള്ളി, സെമിത്തേരി ബന്ധപ്പെടുത്തിയും കുടുംബം പ്രാദേശിക ആചാരങ്ങളും സംസ്കാരവും ജനങ്ങളുടെ ഭക്തിമുറകളും നൽകുന്ന പ്രാധാന്യവും അനുസരിച്ചിട്ടാണ് അവ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്രമം എല്ലാ ആരാധനാ പാരമ്പര്യങ്ങൾക്കും പൊതുവായുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഉണ്ട്. ആദ്യത്തേതാണ് സമൂഹത്തിന് അഭിവാദനം അർപ്പിക്കൽ. വിശ്വാസത്തിന്റെ അഭിവാദ്യം കൊണ്ടാണ് ആഘോഷം ആരംഭിക്കുന്നത്. രണ്ടാമത്തേതാണ് വചന ശുശ്രൂഷ. മൃതസംസ്കാരത്തിലെ വചന ശുശ്രൂഷയ്ക്ക് ശ്രദ്ധാപൂർവമായ ഒരുക്കം ആവശ്യമാണ്. എന്തെന്നാൽ ഈ സംസ്കാര ചടങ്ങിന് വന്നിരിക്കുന്നവരിൽ ആരാധനകളിൽ അപൂർവമായി മാത്രം പങ്കെടുക്കുന്നവർ ഉണ്ടാകാം. മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ കൂട്ടുകാരായോ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരായോ എല്ലാം പങ്കെടുക്കുന്നവരായി ഉണ്ടാകാം. അതിനാൽ സുവിശേഷ പ്രസംഗം പ്രത്യേകിച്ചും ചരമ പ്രഭാഷണ ശൈലിയിൽ ആകരുത്. പിന്നെയോ ഉത്തിതനായ യേശുവിന്റെ വെളിച്ചത്തിൽ ക്രിസ്ത്യാനികളുടെ മരണരഹസ്യത്തിന് വെളിച്ചം വീശുന്നത് ആകണം. മൂന്നാമത്തേതാണ് കുർബാനയർപ്പണം. മൃതസംസ്കാരം ദേവാലയത്തിൽ നടക്കുമ്പോൾ ക്രൈസ്തവ മരണത്തിന്റെ പെസഹ യാഥാർത്ഥ്യത്തിലെ കേന്ദ്രബിന്ദു വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ സഭ മൃതിയടഞ്ഞവനുമായി തനിക്കുള്ള ഫലപ്രദമായ ഐക്യം പ്രകടിപ്പിക്കുന്നു. അവസാനത്തേതാണ് വിട പറയൽ. പരേതനോട് വിട പറയുന്നത് വഴി സഭ അവസാനമായി അവനെ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ക്രൈസ്തവ സമൂഹം അതിലെ ഒരംഗത്തെ കബറിടത്തിൽ വെക്കുന്നതിന് തൊട്ടു മുൻപ് അഭിവാദ്യമർപ്പിക്കുന്ന അവസാന വിട പറയലാണ് ഇത്. ബെൻസന്റൈൻ പാരമ്പര്യമനുസരിച്ചാണ് മരിച്ച വ്യക്തിക്ക് അന്ത്യചുംബനം നൽകുന്നത്. മരിക്കുകയാണെങ്കിൽ തന്നെ നാം ഒരിക്കലും വേർപിരിയുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഒരേ ഓട്ടം ഓടുന്നവരാണ്. ഒരേ സ്ഥലത്ത് നാം പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്യും. നാം ഒരിക്കലും വേർപിരിയുകയില്ല. കാരണം നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും അവന്റെ പക്കലേക്കുള്ള വഴിയിൽ ഇപ്പോൾ അവനോട് ഐക്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളായ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നു ചേർന്നിരിക്കും. ഏറെ നന്ദിയോടെ നിർത്തട്ടെ.